2002 ജെറുസലേമിലെ ചർച്ച് ഓഫ് സെപ്പൂൽക്കറിൽ ഒരു കോപ്റ്റിക് ക്രിസ്ത്യൻ വൈദികൻ വെയിലത്ത് നിന്ന് തന്റെ കസേര തണലത്തേക്ക് കുറച്ച് ഇഞ്ചുകൾ മാറ്റി ഒന്ന് നീക്കിയിട്ടു. ആ ചെറിയ നീക്കം പക്ഷേ എത്യോപ്യൻ ക്രിസ്ത്യൻ സഭയും കോപ്റ്റിക് ക്രിസ്ത്യൻ സഭയും തമ്മിലുള്ള വലിയൊരു സംഘർഷമായി മാറി. ആ സംഘർഷത്തിൽ അന്ന് ഒരുപാട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പുറമേ നിന്ന് നോക്കിയാൽ ഇതൊരു ചെറിയ കാര്യമായിട്ട് തോന്നാം. പക്ഷേ അന്ന് ആ കസേര നീക്കിയതിലൂടെ വയലേറ്റ് ചെയ്യപ്പെട്ടത് 19-ാം നൂറ്റാണ്ടിൽ നിലവിൽ വന്ന ഒരു സ്റ്റാറ്റസ് ക്വോ എഗ്രിമെന്റ് ആണ്. ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് യേശു ക്രൂശിക്കപ്പെട്ടതും പിന്നീട് ഉയർത്തെഴുന്നേൽക്കപ്പെട്ടതുമായ വിശുദ്ധമായ ഒരു സ്ഥലത്താണ് ചർച്ച് ഓഫ് സെപ്പുൽക്കർ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വിവിധ ക്രിസ്തീയ വിഭാഗങ്ങൾക്കിടയിൽ ആ ചേർച്ചിന്റെ റൈറ്റിനെ ചൊല്ലി തർക്കങ്ങൾ നിലനിന്നിരുന്നു. അങ്ങനെ 1852 വിവിധ സഭകൾക്കിടയിൽ ഒരു സ്റ്റാറ്റസ് ക്വോ എഗ്രിമെന്റ് രൂപപ്പെട്ടു. അതായത് ഇനി മുതൽ തൽസ്ഥിതി തുടരും എന്ന് അവർ തീരുമാനിച്ചു. അന്ന് ഏർപ്പെട്ട സ്റ്റാറ്റസ് ക്വോ എഗ്രിമെന്റിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെങ്കിൽ എല്ലാ സഭകളുടെയും അനുമതി വേണമായിരുന്നു. ഇൻട്രസ്റ്റിംഗ്ലി അന്ന് ചേർച്ചിന്റെ മതിൽ ചാരി വെച്ച ഒരു മരത്തിന്റെ ഏണി ഇതുവരെ അതിന്റെ പൊസിഷനിൽ നിന്ന് നീക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ഇമ്മൂവബിൾ ലാഡർ എന്നാണ് അറിയപ്പെടുന്നത്.